വയനാട് പോകാനായിട്ട് നമ്മളിത് കോഴിക്കോട് വന്നിരിക്കുക കേട്ടോ. അപ്പോൾ കോഴിക്കോട് നമ്മൾ രാവിലെ എത്തി. നല്ല മഴയായതുകൊണ്ടാണ് ഞാൻ തൃശ്ശൂരിൽ നിന്നുള്ള ഒരു യാത്ര എനിക്ക് കവർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഭയങ്കര മഴയായിരുന്നു. പിന്നെ ബസ്സിൽ ആകെ മൊത്തം തിരക്ക് ബഹളമായിരുന്നു. നമ്മൾ ആനവണ്ടി കയറിയാണ് വന്നത്, KSRTC കണ്ണൂർ സൂപ്പർ ഫാസ്റ്റ് കയറി നമ്മൾ കോഴിക്കോട് വന്നിറങ്ങി നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചത് വയനാട് പോകാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ബസ് സ്റ്റാൻഡിൽ ഇപ്പോഴത്തേക്ക് നമുക്ക് ബസ് ലേറ്റാണ്. പാലെന്ന് പറഞ്ഞൊരു ബസ്സാണ്, അത് ലേറ്റാണെന്നാണ് പറഞ്ഞേക്കണത്. അത് കിട്ടില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ 3 മണിത്തെ ബസ്സിനാവും കയറി പോവുക. അപ്പോൾ വയനാട്ടിലേക്കുള്ള ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ബാക്കി ഞാൻ പോകുന്ന വഴിക്കായിട്ടെല്ലാവർക്കും കാണിച്ചു തരാം കേട്ടോ. എങ്ങനെയാണ് ഞങ്ങൾ പോകുന്നത്, അവിടെ എത്തുന്നതൊക്കെ ഞാൻ പോണ വഴിക്ക് പറഞ്ഞുതരാം. അപ്പം ഞാനുള്ളത് എരഞ്ഞിപ്പാലം എന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ. അപ്പോൾ ഇവിടെ ചെറിയൊരു പരിപാടി ഉണ്ട്, അതിൻ്റെ ഒരു പോസ്റ്റിലായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരു 1 മണിക്കൂർ എക്സാക്ട്ലി പോസ്റ്റ് കിട്ടുമെന്ന് തോന്നുന്നു. അപ്പോൾ ഇവിടെ തന്നെയാണ് ഞാൻ ഫുഡൊക്കെ അടിച്ചത്. ഇവിടെ ഒരു ഹോട്ടലുണ്ട്, ഒരു വെജിറ്റേറിയൻ ഹോട്ടലുണ്ട്. അവിടെ നിന്ന് ഫുഡൊക്കെ അടിച്ചിട്ട് ഞാൻ ഇവിടെ നിൽക്കുകയാണ്. ഈ പോസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റ് ഇവിടെ നിന്ന് ഒരു ചെറിയ വഴിയുണ്ട്, ഈ വഴി കൂടെ തന്നെ നമുക്ക് മെയിൻ റോഡിലേക്ക് കയറി കഴിഞ്ഞാൽ അവിടെ നിന്ന് ബസ് കിട്ടും KSRTCയുടെ അവിടേക്ക്. അപ്പോൾ ഞാൻ 3 മണിത്തെ ബസ് നോക്കി വെച്ചിട്ടുണ്ട്. 3 മണിയുടെ മാത്രമല്ല, എല്ലാ 1 മണിക്കൂർക്ക് 1.5-2 മണിക്കൂർ ഗ്യാപ്പിൽ ബസ് ഉണ്ട് നമുക്ക്. അപ്പോൾ 3 മണിയുടെ ബസ് ഇപ്പോൾ കിട്ടിയില്ലാന്നുണ്ടെങ്കിലും ഞാൻ അതിന് മുന്നത്തെ ഏതെങ്കിലും ബസ്സിൽ കയറി പോകാനുള്ളൊരു പ്ലാൻ ഉണ്ട് കേട്ടോ. സീറ്റ് കിട്ടണമനുസരിച്ച് ഞാൻ കയറി പോകും. അപ്പോൾ ബാക്കിയുള്ളത് എങ്ങനെയാണ് പോകാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ പോയിട്ട് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അവിടെ നിന്ന് നേരെ ഇറങ്ങി ഇപ്പോൾ നമ്മൾ KSRTC ഒക്കെ കഴിഞ്ഞ് ഫുഡ് അടിക്കാനായിട്ട് പോവാണ്. ഫുൾ ബ്ലോക്ക് എന്ന് വെച്ചാൽ ഫുൾ ബ്ലോക്കാണ്, മൊത്തത്തിൽ ബ്ലോക്ക്. ഇതൊക്കെ കഴിഞ്ഞ് ഈ ഫുഡ് അടിക്കാൻ എത്തിയിട്ട് അവിടെ നിന്ന് വേണം തിരിച്ച് വീണ്ടും ബസ് വന്ന് വയനാട്ടിലേക്ക് ബസ് കയറാൻ. വൈത്തിരി ആട്ടോ നമ്മൾ പോകണം, വൈത്തിരി. നമ്മൾ ഫുഡ് അടിക്കാനൊന്നും ഒന്നുമില്ല കേട്ടോ. നമ്മൾ നേരെ ബസ് കയറിയിരിക്കുകയാണ് KSRTC സ്റ്റാൻഡിൽ വന്നിട്ട്. നമ്മൾ ടൗൺ ടു ടൗൺ ആണ് കയറിയിരിക്കുന്നത് കേട്ടോ, സുൽത്താൻ ബത്തേരി പോകുന്നത്. അപ്പോൾ നമുക്ക് ഇറങ്ങേണ്ടത് ഓൾഡ് വൈത്തിരിയിലാണ്. അപ്പോൾ നമ്മൾ അവിടെ ഇറങ്ങിയിട്ട് എന്തെങ്കിലും കഴിക്കാനുള്ളൊരു പ്ലാനിലാണ്. ഇവിടെ നോക്കിയപ്പോൾ ഒന്നും മര്യാദ കിട്ടിയില്ല. അപ്പോൾ ഞാൻ ബസ്സിൽ കയറി ഇരുന്നിരിക്കുകയാണ്. ഇതാട്ടോ ഇവിടുത്തെ KSRTC ടെർമിനൽ ആട്ടോ കോഴിക്കോട്. മേലേക്ക് കയറി ഫ്ലോറൊക്കെ ഉണ്ട്, പക്ഷെ അവിടേക്ക് എന്തെങ്കിലും കഴിക്കണമെന്ന് അറിയില്ല. ഇതാണ് നമ്മുടെ ടെർമിനൽ. ഇവിടെ വന്നപ്പോൾ തന്നെ നമ്മുടെ ബത്തേരി ബസ് ഇവിടെ കിടക്കുന്നുണ്ട്. ടൗൺ ടു ടൗണിലാണ് നമ്മൾ കയറിയിരിക്കുന്നത്. ഞാൻ ആ ചേട്ടനെ വിളിച്ച് വെച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞത് വേറെ ഒന്നിനും കയറില്ല, ടൗൺ ടു ടൗണിൽ കയറിയാൽ മാത്രമാണ് അവിടെ സ്റ്റോപ്പുള്ളൂ പറഞ്ഞിരുന്നത്. നമ്മുടെ ആനവണ്ടി അങ്ങനെ ഒന്നും പറയണ്ട. ഒരു 40-45 മിനിറ്റിൻ്റെ പോസ്റ്റിന് ശേഷം നമ്മളിത് വണ്ടി റിവേഴ്സ് എടുത്തിരിക്കുക കേട്ടോ. ഇവിടെ നിന്ന് ഒരു 2 മണിക്കൂർ നമുക്ക് യാത്രയുണ്ട്. അപ്പോൾ പോകുന്ന വഴിയൊക്കെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ കവർ ചെയ്യാം. അപ്പോൾ പോകുന്ന വഴിയിൽ കാണാം. അങ്ങനെ ഒരു അടുത്ത ബ്ലോക്കിലും വന്ന് നിന്നിരിക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് എത്ര നേരം പിടിക്കുമെന്ന് അറിയില്ല. മൊത്തം ബ്ലോക്ക് എന്ന് വെച്ചാൽ മൊത്തം ബ്ലോക്ക്. നമുക്ക് സിറ്റി മാറി കിട്ടാൻ തന്നെ ഏതാണ്ടൊക്കെ നമുക്കൊരു 40-45 മിനിറ്റ് അതിന് മേലെ എടുക്കുമെന്ന് തോന്നുന്നു. 1 മണിക്കൂറൊന്നും എടുക്കാണ്ടിരുന്നാൽ ഭാഗ്യം. അതിന് മേലെ തേപ്പ് കിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും തേപ്പിൻ്റെ മേലെ തേപ്പാവും. നമ്മളവിടെ നിന്ന് എടുത്തിട്ട് ആ ഒരു സിറ്റിയുടെ ബ്ലോക്ക് കഴിഞ്ഞപ്പോഴേക്ക് നല്ല പറപ്പീരാട്ടോ, ഉഷാറ് പറപ്പീരാട്ടോ. ടൗൺ ടു ടൗൺ എന്നൊക്കെ പറഞ്ഞാൽ ചുമ്മാണ്. എന്താ പറയുക, ഒരു ഫാസ്റ്റ് പാസഞ്ചർ ഉണ്ടെങ്കിൽ ഒരു സൂപ്പർ ഫാസ്റ്റിൻ്റെ പറപ്പീരുണ്ട്. സ്റ്റോപ്പ് ഉണ്ടെങ്കിലും ബിറ്റ്വീൻ ദ സ്റ്റോപ്പിലും നല്ല പെടയായിട്ടാണ് വണ്ടി പോണേ. അതുകൊണ്ട് എന്താ പറയുക, ടൗൺ വിട്ട് കഴിഞ്ഞപ്പോൾ തന്നെ നല്ല സ്പീഡായി. വണ്ടി പ്രിഫർ ചെയ്യാം. ബത്തേരി, കോഴിക്കോട് നിന്ന് ബത്തേരി പോകുന്നവർക്ക്, വൈത്തിരി പോകുന്നവർക്ക് ടൗൺ ടു ടൗൺ നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. ഫാസ്റ്റ് പാസഞ്ചർ സൂപ്പർ ഫാസ്റ്റ് കൊടുക്കണം നിർബന്ധമൊന്നുമില്ല. അടിപൊളി കാഴ്ചകൾ കണ്ടു തുടങ്ങിയിരിക്കുകയാണ് കേട്ടോ. എന്താ പറയുക, ഒരു എയർപിന്നൊക്കെ വളഞ്ഞു തിരിഞ്ഞ് നല്ല മരങ്ങളും കാഴ്ചകളൊക്കെ ആയിട്ട് ഇടയ്ക്ക് ചെറിയൊരു ടൗൺ പോലെ വരും. പിന്നെ വീണ്ടും അതേപോലെ തന്നെ പഴയ സ്ഥലങ്ങളിങ്ങനെ മരങ്ങളും കാടുകളൊക്കെ ആയിട്ട് വരും. പിന്നെ ടൗൺ വരും. അങ്ങനെ ഒരു നല്ല കാഴ്ചകളായിട്ട് നമ്മൾ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ നിന്ന്. ഇതിപ്പോൾ സ്ഥലം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പന്നിളം എന്ന സ്ഥലത്തിട്ടുണ്ട്. ചെറുതായിട്ട് കാണുന്നുണ്ട് അവിടെ, നിങ്ങൾക്ക് കണ്ടറിയാം. കോട മൂടി നിൽക്കുന്ന കേട്ടോ. അതിൻ്റെ മേലേക്ക് നമ്മൾ മന്ദം ഈ ബസ്സിൽ കയറി പോകാൻ പോണത്, ആനവണ്ടിയുടെ ഒരു ഫീൽഡ്. അങ്ങനെ ചെറുതായിട്ട് നമുക്ക് റബ്ബർ തോട്ടം കണ്ടു തുടങ്ങിയിരിക്കുകയാണ്. ഇടയിൽ കൂടെയാണ് നമ്മൾ പോകുന്നത്. നല്ലൊരു കാഴ്ച തന്നെയാണ് കേട്ടോ. ഇനിയിപ്പോൾ മേലോട്ട് എത്ര എക്സൈറ്റ്മെൻറ്റ് എനിക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നുള്ള ഒരു പിടിയില്ല. അതിനാണ് ഞാൻ മെയിനായിട്ട് വെയിറ്റ് ചെയ്യുന്നത്.
നമുക്ക് അധികം വൈകാതെ തന്നെ താഴോന്ന് തന്നെ നമുക്ക് നല്ലൊരു വളവ് തിരിവുകളൊക്കെ കിട്ടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഈ വളവൊക്കെ തിരിഞ്ഞു പോകുമ്പോൾ തന്നെ പിടിച്ചിരുന്നില്ലെങ്കിൽ കയ്യിൽ നിന്നെല്ലാം പോകുന്ന അവസ്ഥയാണ്. നല്ല രീതിക്കാണ് നമ്മളൊന്ന് തിരിയുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഈ കോട ഇറങ്ങി വരണമെങ്കിൽ കാഴ്ച കണ്ടു പോകാനും ഈ ഒരു ഉള്ളിൽ കൂടെ ഉള്ള ഒരു വഴിയും എല്ലാം നല്ല അടിപൊളി കാഴ്ച തന്നെയാണ് തന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ശരിക്കും ആ സൈഡ് സീറ്റ് പിടിച്ച് എൻജോയ് ചെയ്ത് ഞാൻ എൻ്റെ യാത്ര മുന്നോട്ട് തുടർന്നുകൊണ്ടിരുന്നത്. ചുരം കയറുന്നതിന് തൊട്ട് സ്റ്റോപ്പായ അടിവാരത്തിൽ നമ്മളിപ്പോൾ എത്തിയിരിക്കാം കേട്ടോ. അടിവാരം കഴിഞ്ഞ് നമ്മൾ പതുക്കെ ചുരം അങ്ങനെ കയറി നമ്മൾ നേരെ മേലോട്ട് ചെന്നെത്തുന്നത് വൈത്തിരിയിലാട്ടോ. ചുരം കയറിയെങ്കിൽ 5-6 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ വൈത്തിരി എന്നാണ് ഞാൻ അറിഞ്ഞത്. നമ്മളത് അടിവാരം ഇപ്പോൾ ബസ് സ്റ്റോപ്പ് ഇവിടെ അല്ല, സെൻട്രലായിട്ട് തോന്നുന്നുണ്ട്, ഇതുവരെ നിർത്തിയിട്ടില്ല. അടിവാരമാണ് നിങ്ങൾ കാണുന്നത്, അടിവാരം സെൻറ്റർ. നമ്മൾ അടിമാലി എന്ന് പറയില്ലേ ഇടുക്കി പോണ സമയത്ത്, അതുപോലെ ഇവിടെ അടിവാരം എന്നാണ് പറയുക. ചുരത്തിന് മുന്നേയുള്ള സ്ഥലം. അങ്ങനെ സിനിമകളിൽ നമ്മൾ പണ്ട് ഡയലോഗ് കേട്ടിരുന്നില്ലേ, താമരശ്ശേരി ചുരം എന്ന് പറയുന്നത് പപ്പുചേട്ടൻ. ആ ചുരൻ്റെ നമ്മൾ പതുക്കെ കയറി തുടങ്ങിയിരിക്കുക കേട്ടോ. ഫസ്റ്റ് തന്നെ മന്ദം വന്നാണ് കയറുന്നത്. കയറുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് തന്നെ ആവുള്ളൂ കയറാനായിട്ട്. ഇനി അങ്ങോട്ടുള്ള അടിപൊളി കാഴ്ചകളാണ് നമുക്കിതിൽ പകർത്താൻ പറ്റുക താമരശ്ശേരി ചുരത്തിൻ്റെ. ഇപ്പം നമ്മളൊരു 2ാമത് കഴിഞ്ഞ് 3ാമത്തെ എയർപിൻ തിരിഞ്ഞ് കയറുക കേട്ടോ. ഇനി മേലോട്ട് എന്തായാലും കോട നിറഞ്ഞുള്ള കാഴ്ചകളും ഇപ്പം തന്നെ നിങ്ങൾക്ക് കണ്ടുകൂടെ എത്രത്തോളം കോട മഴയിൽ ഇറങ്ങി നിൽക്കണമെന്നുള്ളത് മൊത്തം നമുക്ക് കാണാം. ഈ ഒരു സമയം വന്ന് നന്നായിട്ട് ഇപ്പോൾ തോന്നുന്നു. കുറച്ചുകൂടെ മുന്നേ വന്നിട്ടുണ്ടെങ്കിൽ ഇത്രയും നമുക്കൊരു കോട കിട്ടിയിട്ടുണ്ടാവില്ല. ആ തിരിവ് നിങ്ങൾ കണ്ടില്ലേ ഗൈസ്? ഈ ഒരു തിരിവ് നമ്മൾ കാണാറില്ലേ, മറ്റേ തമിഴ്നാടിൻ്റെ TSTC വന്ന് തിരിയണ ഒരു കുറേ വിഷ്വൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അതേപോലെ സ്കാനിയ വന്ന് കയറുന്നത്, അതേപോലെ തന്നെയാണ് നമ്മുടെ ആനവണ്ടി കയറുമ്പോഴൊരു ഫീലും. ആ സൈഡിലോട്ട് ഒതുക്കി തിരിച്ചിട്ടാണ് നമ്മൾ കയറുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഈ കാഴ്ചകൾ നിങ്ങൾ കണ്ടില്ലേ? എൻ്റെ മോന് ഒരു രക്ഷയില്ല. നമുക്ക് താഴെ കൂടെ നമ്മൾ കയറി വന്ന വഴിയാണ് കാണുന്നത്. അങ്ങനെ നമ്മൾ മേലോട്ട് കയറുന്ന സമയത്ത് ആ ഇരുട്ട് ഇങ്ങനെ തുടങ്ങിയിരുന്നു കേട്ടോ. ഇരുട്ടി തുടങ്ങിയപ്പോൾ തന്നെ ഒരു ഹെഡ്ലൈറ്റൊക്കെ ഓൺ ചെയ്ത് കഴിഞ്ഞിരുന്നു. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഇവിടെ കുറച്ച് ബ്ലോക്ക് ഉണ്ടെങ്കിൽ പോലും നമുക്ക് എൻജോയ് ചെയ്ത് പോകാൻ പറ്റിയിട്ടോ. പക്ഷേ കുറച്ച് സൂക്ഷിച്ച് തന്നെയായിരുന്നു ഇതിന് കയറി പോയിക്കൊണ്ടിരുന്നത്. പതുക്കെ ആയിരുന്നു കയറിയിരുന്നുള്ളൂ. ബസ് ഫുള്ളായതുകൊണ്ട് ഓവർലോഡ് ആയതുകൊണ്ട് നമുക്ക് പതുക്കെ കയറാൻ പറ്റുള്ളൂ. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ആ കോട ഇറങ്ങുന്ന കാഴ്ചയും എല്ലാം കൂടെ തന്നെ നമുക്ക് നല്ല മൊത്തത്തിൽ കവർ ചെയ്യാൻ പറ്റിയിട്ടോ. 2 സൈഡും ഈക്വലി തന്നെയായിരുന്നു നമുക്ക് വിഷ്വൽസ് കിട്ടിയിരുന്നത്. അപ്പോൾ അങ്ങോട്ട് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഞാൻ ഇവിടെ തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി എടുക്കായിരുന്നു. നമ്മളെ ഇൻസ്റ്റാഗ്രാമിൽ കാണുന്ന റീൽസിൻ്റെ ആ സെയിം സ്ഥലത്തിരിക്കുക കേട്ടോ. എൻ്റെ അമ്മേ രക്ഷയില്ല. ബസ്സിൻ്റെ സൗണ്ടിൽ ഞാൻ പറഞ്ഞ എനിക്കൊന്നും കേൾക്കുന്നുണ്ടാവില്ല കേട്ടോ. നല്ല റേസ് ചെയ്തിട്ടാണ് പോകണം, അല്ലാണ്ട് കയറില്ല. അമ്മാതിരി റേസിങ് വേണം. നമ്മൾ വന്ന വഴി വീണ്ടും നമുക്ക് കാണാം അടിയിൽ. മേലോട്ട് കയറും തോറും നമുക്ക് എന്താ പറയുക, ഇരുട്ട് വരുന്ന സമയത്ത് കോട മൊത്തം ഇറങ്ങായിരുന്നു കേട്ടോ. ഇറങ്ങുന്ന സമയത്ത് നമുക്ക് വിസിബിലിറ്റി എന്ന് പറഞ്ഞ സംഭവം ഉണ്ടായിരുന്നേ ഇല്ല. അപ്പോൾ വണ്ടികളൊക്കെ ഒന്ന് സ്ലോ ആയി തുടങ്ങി. പിന്നെ ഹെഡ്ലൈറ്റൊക്കെ നല്ല ബീമിലിട്ടിട്ടായിരുന്നു എടുക്കേണ്ടായിരുന്നത്. പിന്നെ എല്ലാം തിരിഞ്ഞിറങ്ങി വരുന്ന വണ്ടികളും കയറി പോകുന്ന വണ്ടികളും ഭയങ്കര സ്ലോ ആയിരുന്നു കേട്ടോ, 2 സൈഡിൽ നിന്നാണെങ്കിലും. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് കിട്ടുന്ന ഒരു കാഴ്ചയും ആ തിരിയുമ്പോൾ കോട വന്ന് ഹെഡ്ലൈറ്റ് അടിക്കുന്നത്, നമ്മുടെ മുഖത്തടിക്കുന്ന കാഴ്ചയൊക്കെ ഭയങ്കര ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ എനിക്ക് തന്നിരുന്നത്. ഞാൻ ഒന്നും തന്നെ കുറവില്ലാണ്ട് തന്നെ അടിപൊളിയായിട്ട് തന്നെ എൻജോയ് ചെയ്ത് നമ്മൾ ബസ് പതുക്കെ മന്ദം മേലേക്ക് കയറിയായിരുന്നു.
അങ്ങനെ ഒരു അതിമനോഹരമായ ചുരം കയറി നമ്മൾ നേരെ വന്നത് വയനാട്ടിലോട്ടോ. വന്നപ്പോൾ തന്നെ എൻ്റെ കാഴ്ച കണ്ടിട്ട് കിളി പോയി. കോടയെന്ന് വെച്ചാൽ ഫുൾ കോട, ഒന്നും കാണാനിരുന്നില്ല കേട്ടോ. ആദ്യം ലക്കിടി ആയിരുന്നു സ്റ്റോപ്പ്, അതില്ല നമുക്ക് ഇറങ്ങേണ്ടത്. നമ്മൾ വൈത്തിരിയാണ് നേരത്തെ പറഞ്ഞ പോലെ. സോ കണ്ടക്ടർ ചേട്ടൻ നമ്മളോട് ലക്കിടി കഴിഞ്ഞ വഴിക്ക് തന്നെ റെഡി ആയിട്ട് നിന്നോളാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മൾ ആ കോടയൊക്കെ ആസ്വദിച്ച് ആ കടകളൊക്കെ ഇങ്ങനെ കോടയിലകത്ത് മാറിപ്പോകുന്നൊക്കെ കണ്ട് നമ്മൾ നമ്മുടെ സ്റ്റോപ്പിൽ അങ്ങനെ ഫൈനലി ഇറങ്ങി. ഓ, ആ കോടയൊക്കെ കൊണ്ട് തണുത്ത് വിറച്ച് ഞാൻ വന്നിറങ്ങിയിരിക്കുക കേട്ടോ. ഓൾഡ് വൈത്തിരി ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് എൻ്റെ ഹോട്ടലിലോട്ട് ആകെ ഒരു 400 മീറ്റർ നടക്കാവുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഏതാണ്ടൊക്കെ നടന്ന് എത്താറായിട്ടുണ്ട്. ഞാൻ പ്രോപ്പർട്ടിയുടെ മുന്നിൽ എത്തിയിട്ട് കാണിച്ചു തരാം കേട്ടോ. നമുക്ക് നല്ല കോടയും വിസിബിലിറ്റി ഇല്ലാത്തതുകൊണ്ട് തന്നെ പതുക്കെ കേട്ടോ വന്നത്. ഒരു 40-45 മിനിറ്റിൻ്റെ മേലെ എടുത്തിട്ടുണ്ട് ചുരം കയറാനായിട്ട്. ഏതാണ്ട് നമ്മളൊരു 3/4 ഭാഗം കയറിയപ്പോൾ തന്നെ കോട കൊണ്ട് 0 വിസിബിലിറ്റി ആയി. നിങ്ങൾക്ക് വീഡിയോ കണ്ടുമ്പോൾ മനസ്സിലാവും. അതുകൊണ്ട് കുറച്ച് പതുക്കെ നിന്ന് തന്നെയാണ് വന്നത്. അപ്പോൾ നമ്മളിത് ഒരു 45 മിനിറ്റിന് ശേഷം അങ്ങനെ വന്നിറങ്ങിയിരിക്കുകയാണ്. ഞാൻ ആ പ്രോപ്പർട്ടിയുടെ അടുത്തെത്താറ്. ഞാൻ അവിടെ പോയിട്ട് ബാക്കി കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഹോട്ടൽ. നമ്മൾ നേരെ കയറി ഞാനൊന്ന് റൂമിൽ ആദ്യം കയറി കേട്ടോ. റൂമിൽ ഞാൻ കാണിച്ചു തരാം. ഞാനൊന്ന് ചെക്ക് ഇൻ ചെയ്ത് ഒന്ന് സെറ്റായിട്ട് ഞാനിപ്പോൾ പുറത്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ പുറത്തത്തെ സർഫസൊക്കെ ഞാൻ എടുത്ത് കാണിച്ചു തരാമെന്ന് വെച്ചിട്ട് കേട്ടോ. ഇങ്ങനെയാണ് നമ്മുടെ റൂമിൻ്റെ എൻട്രൻസ് വരുന്നത്, മെയിൻ റോഡിൽ നിന്ന് കയറിയ വഴിക്ക് തന്നെ. അപ്പോൾ ഇനി നമുക്ക് പതുക്കെ ഒന്ന് പോയി ഫുഡ് അടിച്ച് വന്നിട്ട് ഞാൻ അതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് റൂം കാണിച്ചു തരാം കേട്ടോ. ഫുഡ് അടിക്കാൻ പോണ സ്ഥലവും പിന്നെ റൂമിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ പറയാം കേട്ടോ. എനിക്ക് നല്ലൊരു ഡീലിനാണ് കിട്ടിയത്. റൂം എനിക്ക് ഭയങ്കര നല്ല ഡീലിനാട്ടോ കിട്ടിയത്. മേക്ക് മൈ ട്രിപ്പിൽ ഞാനൊരു 2200 രൂപയ്ക്ക് എനിക്ക് എന്താ പറയുക, ഈ ഡീല് റൂം കിട്ടിയിട്ടുണ്ട്. എന്താ പറയുക, ആംബിയൻസ് ഒക്കെ കൊള്ളാട്ടോ. റൂമിൻ്റെ ഇത് ഞാൻ അകത്ത് കയറുമ്പോൾ ഞാൻ ഫുഡ് അടിച്ചെന്നിട്ട് ഞാൻ പറഞ്ഞ പോലെ കാണിച്ചു തരാം. പക്ഷേ റൂം കൊള്ളാട്ടോ, എനിക്ക് ഇഷ്ടമായി. എന്താ പറയുക, ഒരു വീടിൻ്റെ ഒരു ബെഡ്റൂം പോലത്തെ ഒരു സെറ്റപ്പിലാട്ടോ ചെയ്ത് വെച്ചേക്കണം. അത്യാവശ്യം കൊള്ളാം. എന്താ പറയുക, ഉള്ളിലത്തെ ഫെസിലിറ്റീസൊക്കെ കൊള്ളാം. പക്ഷേ വരുന്നവരൊരു കാര്യം, ഗുഡ് നൈറ്റ് എന്തായാലും കയറിയെടുത്തണം. നല്ല അന്തസ് കൊതുകുണ്ട് ഇവിടെ കടിക്കാനായിട്ട്. അപ്പോൾ അതൊന്ന് എല്ലാം കൂടെ കണക്കൂട്ടി വന്നാൽ മതി കേട്ടോ. മൊത്തത്തിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ലൊരു സെലക്ഷൻ തന്നെയായിരുന്നു തോന്നുന്നു എനിക്ക് ഹോട്ടൽ. അപ്പം നമുക്കിനി ഫുഡ് അടിക്കാൻ പോവാം. അവിടെ ബാക്കിയുള്ള കാര്യങ്ങൾ അവിടെ നിന്ന് കാണാം. നമ്മുടെ റൂമിൻ്റെ ഒരു ഉള്ളിലത്തെ വ്യൂ ആട്ടോ. ഇതാണ് നമ്മൾ വന്നുള്ളൊരു റൂമുള്ളത്. അത് കഴിഞ്ഞാൽ നമുക്ക് അപ്പുറത്ത് കാണുന്നത് എൻ്റെ ഒരു കിച്ചൺ. ഒരു വീട് പോലെ ആട്ടോ, ഒരു കിച്ചൺ ഉണ്ട് ഇവിടെ. കുഴപ്പമില്ലാത്ത രീതിയിലൊരു കിച്ചൺ സെറ്റപ്പാണ്, കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഇവിടെ തന്നെ എന്താ പറയുക, കുറേ സാധനങ്ങൾക്ക് സൂക്ഷിക്കാൻ പറ്റും. അവിടെ ഒരു വെള്ളം ചൂടാക്കാനുള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. കപ്പ്, പിന്നെ ഇത് വാഷ് ബേസിൻ കൊള്ളാം. പിന്നെ ഇവിടെ തന്നെ നമുക്ക് പല്ലിലേക്ക് നേരെയുണ്ട് തന്നെ മിററൊക്കെ ഇവിടെ തന്നെ കിട്ടാം. ലൈറ്റ് വർക്ക് ചെയ്യണോ എനിക്കറിയില്ല. അതെ, മിററ് കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്. ഇത് കഴിഞ്ഞാൽ നമുക്ക് വരുന്നതാണ് നമ്മുടെ ബാത്റൂമിൽ ലൈറ്റ് എനിക്കറിയില്ല. ബാത്റൂം ഒക്കെ സെറ്റാട്ടോ, അടിപൊളിയാണ്. മൊത്തത്തിൽ എല്ലാം അടിപൊളിയാട്ടോ. റൂം നൈസാണ്. പിന്നെ നമുക്ക് ഈ മെയിൻ റൂമുണ്ട്, പിന്നെ ഈ വരുന്നത് റൂമാണ്. പിന്നെ ബെഡ്റൂമും ഒരു ചെറിയ റൂമുണ്ട്, അത് ഞാൻ ഇപ്പോൾ എടുക്കണില്ല, അവിടെ കിടന്നുറങ്ങുകയാണ്. സോ ഇതാണ് ഒരു ബെഡ്റൂമിൻ്റെ ഒരു ചെറിയൊരു ലേഔട്ട് കേട്ടോ. ബെഡ് ഒരു 3 പേർക്ക് കിടക്കാൻ പറ്റിയൊരു ബെഡാണ്, അത് അടിപൊളിയാണ്. ഗൈസ്, ഇവിടെ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം, ഇവർ ഈ വയനാടിൻ്റെ ഒരു മൊത്തത്തിലൊരു മാപ്പ് വെച്ചിട്ടുണ്ട് കേട്ടോ. എങ്ങനെയൊക്കെയാണ് നീലഗിരി, തമിഴ്നാട്, അങ്ങനെ മൊത്തം മാപ്പിൻ്റെ ഇടയിൽ നമുക്ക് ഈ വയനാടിൻ്റെ സംഭവങ്ങൾ വരുന്നുണ്ട്. പിന്നെ ഇവിടെ തന്നെ ഇവർ ഓരോ സ്പോട്ടിൻ്റെ ഫോട്ടോസും ഇങ്ങനെ ഓരോന്നായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ ടൂറിസ്റ്റ് പ്ലേസുകൾ നമുക്ക് ചെന്ന് കാണാനുള്ള സ്ഥലങ്ങളൊക്കെയും. ഇത് മൊത്തം ഒരു അറ്റം വരെ ഇങ്ങനെ തന്നെ ചെയ്ത് വെച്ചേക്കണം കേട്ടോ. ഞാൻ പറയുകയാണെങ്കിൽ ഒന്നും പ്രിഫർ ചെയ്യാൻ പറ്റുന്ന ഹോട്ടലില്ല കേട്ടോ. അടിപൊളിയായിട്ടുണ്ട് മൊത്തത്തിൽ കാണാനും എല്ലാം കൊണ്ടും. ഉള്ളിലത്തെ റൂമും ഒരുവിധം കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞങ്ങൾ ന്യൂ വൈത്തിരിയിൽ ഇന്ത്യ ഗേറ്റ് എന്ന് പറഞ്ഞ ഹോട്ടൽ വന്നേക്കാം കേട്ടോ. ഒരു എന്താ പറയുക, കൊള്ളാം, ഒരു മൾട്ടി ക്യൂസിനാണ്. ഫുഡ് എങ്ങനെയുണ്ട് നോക്കിയിട്ട് പറയാം. ആംബിയൻസ് ഒക്കെ കൊള്ളാം ഹോട്ടലിൽ. ഞാൻ ഫുഡ് കഴിച്ചിട്ട് പുറത്തിറങ്ങുമ്പോൾ ഞാൻ ഹോട്ടലിൽ ആംബിയൻസ് കാണിച്ചിടാം. ഇവിടെ ഞങ്ങൾ നിൽക്കുന്ന അടുത്ത് നിന്നൊരു 2.5 കിലോമീറ്റർ അടുത്ത് വന്നു ഇങ്ങോട്ട് വരാനായിട്ട്. ഓട്ടോ ചാർജ് ഒരു 30 രൂപ. അങ്ങനെ നമ്മുടെ ഫുഡ് വന്നിരിക്കുക കേട്ടോ. അടിപൊളി, കൊള്ളാം, നല്ലോണം ക്വാണ്ടിറ്റി ഉണ്ട്. പനീർ ഫ്രൈഡ് റൈസ് നല്ലോണം ക്വാണ്ടിറ്റി ഉണ്ട്. മൊത്തത്തിൽ നല്ലൊരു ഫുഡ് കേട്ടോ. കഴിച്ചു നോക്കിയിട്ട് അടിപൊളിയായിട്ടുണ്ട്. ഗൈസ്, അവിടെ നിന്ന് ഫുഡ് അടിച്ചിറങ്ങിയപ്പോഴത്തേക്കും മഴ തുടങ്ങി ചെറുതായിട്ട്. ആ ഏരിയയിൽ നല്ല മഴ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേഗം ഒരു ഓട്ടോ പിടിച്ചിങ്ങോട്ട് പോരാ ചെയ്തത്. അവിടെ എനിക്ക് മര്യാദയ്ക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ഫുഡ് അടിപൊളിയായിരുന്നു കേട്ടോ. ഇന്ത്യ ഗേറ്റ് എന്നാണ് പേര്. ന്യൂ വൈത്തിരിയാണ് ഹോട്ടൽ. നമ്മൾ ചെല്ലുമ്പോൾ തന്നെ ന്യൂ വൈത്തിരി ജംഗ്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഓവർബ്രിഡ്ജ് ഉണ്ട്. ഓവർബ്രിഡ്ജ് കഴിഞ്ഞ പക്ഷേ റൈറ്റ് സൈഡിലാട്ടോ ഹോട്ടൽ. നല്ല ഫുഡായിരുന്നു. എന്താ പറയുക, ഡെസേർട്ട്സ് ആണെങ്കിലും ഫുഡാണെങ്കിലും എല്ലാം നല്ല അടിപൊളിയായിരുന്നു. പിന്നെ ഒരു ഫ്രഞ്ച് ഫ്രൈസിന് ഒരു വെറൈറ്റി ഒരു സംഭവം ഉണ്ട് അവിടെ. അത് ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ പോകുമ്പോൾ ഹോട്ടലിൽ നിന്നെല്ലാം ട്രൈ ചെയ്യുമോ, നല്ലൊരു ഓപ്ഷനാണ്. ഗുഡ് മോർണിംഗ് ഗൈസ്. ഇന്നാണ് നമ്മൾ നടന്ന് പുറത്തൊക്കെ വന്നപ്പോഴത്തേക്കും ആകെ വയ്യാണ്ടായിട്ടോ. പിന്നെ ഞാൻ നേരെ വേറെ ഒന്നും ചെയ്തില്ല. അവിടെ നിന്ന് നേരെ പോയി ഒന്ന് രാത്രിക്ക് കഴിക്കാനുള്ള ചെറിയ സൈഡായിട്ടുള്ള ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ മേടിച്ച് നേരെ വന്നപ്പോഴത്തേക്ക് ആകെ ക്ഷീണം, ഞാൻ കിടന്നുറങ്ങി കേട്ടോ. അപ്പോൾ
അപ്പോൾ നമ്മൾ ഇന്നാണ് മെയിനായിട്ട് പുറത്തൊക്കെ പോകാൻ പോകുന്നത്. അപ്പോൾ അതൊക്കെ നമ്മൾ മാക്സിമം ഇപ്പോൾ ഞങ്ങളൊരു ഓട്ടോ ഇവിടുന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓട്ടോ ചേട്ടൻ ഒരു 9:45 വരാമെന്ന് പറഞ്ഞു. ആൾ എല്ലാ സ്ഥലവും ഒന്ന് കോമൺ ആയിട്ട് കൊണ്ടുപോയി ഇവിടുത്തെ ഒരു 4 സ്ഥലങ്ങളൊക്കെ അടിപൊളിയായിട്ട് കവർ ചെയ്യാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മൾ സംസാരിച്ചപ്പോൾ ആൾ ലാസ്റ്റ് ആദ്യം പറഞ്ഞ് 900 നമ്മൾ സംസാരിച്ചൊരു 800 രൂപയ്ക്ക് എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു 4 സ്ഥലമാണ് എന്തായാലും കാണിച്ചിരും. ഒരു 3 മണിക്കൂർ കറങ്ങാനാണ് ആൾ പറഞ്ഞിട്ടുള്ളത്. 3-4 മണിക്കൂറാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ കാഴ്ചകളായിട്ട് നമുക്ക് കിടക്കാം. ആൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫുഡൊക്കെ അടിച്ചിട്ട് നമുക്ക് ഫുഡ് അടിക്കാൻ പോകട്ടോ. ഞാൻ പറഞ്ഞ അനന്തപുരം ഹോട്ടലാണ് പോയി കഴിക്കാൻ പോകുന്നത്. ആദ്യം ഒരു ഹോട്ടൽ പറഞ്ഞിരുന്നില്ലേ. എന്നിട്ട് രാത്രി നമുക്ക് അവിടെ എല്ലാം കഴിഞ്ഞിരുന്നു. അപ്പോൾ രാവിലെ നമുക്ക് അവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഒന്ന് കഴിച്ചിട്ട് അതൊക്കെ നമുക്ക് അവിടെ നിന്ന് നമ്മുടെ ഓട്ടോ ചേട്ടൻ കയറിയിട്ട് അടിപൊളിയായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പോകട്ടോ. നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പോൾ ഏനൂർ എന്ന സ്ഥലത്ത് വന്നിരിക്കുക കേട്ടോ. ഞാൻ റൂമിൽ നിന്ന് അടുത്തായതുകൊണ്ട് ഷൂട്ട് ചെയ്യാത്തത്. അപ്പോൾ ഏനൂർ വന്നിട്ട് നമുക്ക് ഇവിടെ ഒരു ജീപ്പ് എടുത്ത് നമ്മൾ കുറച്ച് കാടിൻ്റെ അകത്തേക്കായിട്ട് പോകാനുള്ളൊരു പ്ലാൻ കേട്ടോ. അവിടെ ലേക്കൊക്കെ ഉണ്ടെന്നാണ് പറയണത്. അപ്പോൾ ഒരാൾക്ക് ജീപ്പിനായത് 80 രൂപ കേട്ടോ. അപ്പം ഉണ്ടാവും 80 എന്ന് പറഞ്ഞിട്ട് ഒരു 40 വെച്ച് മേടിച്ചിട്ടുള്ളൂ, എന്താണെന്ന് അറിയില്ല. അപ്പോൾ നമുക്കിവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. വെയിറ്റ് ചെയ്തിട്ട് ജീപ്പ് അനുസരിച്ചിട്ടാണ് കയറ്റി വിടുക. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ കയറി പോകാനുള്ള പ്ലാൻ. പകത്തോട്ടൊരു 3-4 കിലോമീറ്റർ ഉണ്ടെന്ന് പറഞ്ഞാൽ അപ്പോൾ നല്ലൊരു അടിപൊളി ജീപ്പ് റൈഡ് കിട്ടുമെന്ന് തോന്നുന്നു. എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മളിപ്പോൾ റൂമിൻ്റെ അടുത്താണ്. ഒരു 1 കിലോമീറ്റർ കണ്ടായിട്ടുള്ളൂ ഇങ്ങോട്ട് വരാനായിട്ട്. നമ്മൾ ഓട്ടോയിലാണ് വന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഓട്ടോയുടെ പാക്കേജാണ് എടുത്തേക്കണത്. ഇവിടെയൊക്കെ കാലത്ത് വന്നപ്പോൾ ടോട്ടലി മാറിയിരിക്കുക കേട്ടോ. ഇപ്പോൾ എന്താ പറയുക, കോടയൊന്നും ഇല്ല. കഴിഞ്ഞ ആഴ്ച വരെ ഭയങ്കര മൂടിയിരിക്കണ ക്ലൈമറ്റ് എന്നാണ് കേട്ടത്. പക്ഷെ ഇന്ന് ഭയങ്കര ഒരു റിലാക്സ് ആയിട്ടുള്ളൊരു ക്ലൈമറ്റാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ ഇവിടെ ആകെ മൊത്തത്തിൽ കൊള്ളായി സ്ഥലം, ഏനൂർ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലം. ഇവിടെ നിന്ന് ഈ ജീപ്പ് പോണ ജീപ്പിലാണ് നമ്മൾ കയറി പോകുന്നത്. അപ്പോൾ നമ്മുടെ ജീപ്പ് ആകുമ്പോൾ ഒരു വിളിക്കാന്ന് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നല്ല തിരക്കുണ്ട്. അപ്പോൾ 1.25 മണിക്കൂറാണെന്ന് തോന്നുന്നു ഇവിടെ നിന്ന് ഇങ്ങോട്ട് മേലേക്ക് കയറി പോകാനായിട്ട്. ഇവിടെ നിന്ന് ജീപ്പ് ഈ കാണുന്ന വഴി കൂടെ നേരെ കയറി നമ്മൾ മേലേക്കാട്ടോ പോവുക. ആ എൻഡിലാണ് ഇവിടെ ഗവൺമെൻറ് ആർട്ടിഫിഷ്യലായിട്ട് ഗ്രാമം ചെയ്ത് വെച്ചിരിക്കണമെന്നാണ് ഇപ്പോൾ ഇവിടുത്തെ ചേട്ടൻ പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ മേലെ കൂടെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ടോപ്പിലെത്താം, എൻഡിലെത്താം കേട്ടോ. എൻഡിലെത്തിക്കഴിഞ്ഞാൽ നമുക്കൊരു 1.5 മണിക്കൂറോടെ സ്പെൻഡ് ചെയ്യാനാണ് പറഞ്ഞത്. 1.5 മണിക്കൂർ സ്പെൻഡിങ്ങിൽ നമുക്ക് അവിടെ എത്രയെല്ലാം കാണിച്ചു തന്നിട്ട് പിന്നെ അവിടെ നിന്ന് ഇതേപോലെ റിട്ടേൺ വരാമെന്നാണ് കേട്ടത്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ള കാര്യം ഞാൻ മേലെ പോയിട്ട് പറയാം എന്താ അവസ്ഥ എന്നുള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് എന്തായാലും നമ്മളിപ്പോൾ മേലേക്ക് കയറുന്നുണ്ട്. ഇവിടെ നിന്ന് കാണുന്ന സ്ഥലത്തിൽ നിന്ന് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ചേട്ടൻ നമുക്ക് ചെയ്ത് തരും കേട്ടോ. ചെയ്ത് തന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് നേരെ അങ്ങനെ കയറാൻ പറ്റും മേലോട്ട്. പിന്നെയുള്ള നമ്മളിവിടെ ടോക്കൺ കൊടുത്താൽ മതി. ടോക്കൺ കൊടുത്തു കഴിഞ്ഞാൽ മേലേക്ക് നേരെ ജീപ്പ് പോകും. പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മേലെ എത്തിയിട്ടാണ് അവർ പറഞ്ഞത്. അപ്പോൾ അതേ ഇവിടെ നിന്ന് പതുക്കെ നമ്മൾ എടുത്തിരിക്കുകയാണ്. ഇനിയിപ്പം മേലോട്ട് കയറുന്ന ജീപ്പിൻ്റെ കാഴ്ചകൾ. അമ്മേ അയ്യോ, ഇവിടെ നിന്നുള്ള എൻട്രൻസ് ആണ് ഞാൻ കാണിച്ചു തന്നത് കേട്ടോ. അതുവഴിയാണ് നമ്മൾ കയറി വന്നത്. അങ്ങനെ നമ്മൾ കയറി തുടങ്ങിയ സമയത്ത് തന്നെ നമുക്ക് പതുക്കെ ഒരു സ്കൂളും അതിൻ്റെ സൈഡിലായിട്ടൊരു ഗ്രൗണ്ടും ഇങ്ങനെ കണ്ടു തുടങ്ങിയിട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ കോട പോകുന്ന സമയത്ത് ഇവിടുത്തെ കുട്ടികൾക്കും ആൾക്കാർക്കൊക്കെ ഇത് കണ്ട് മടുത്തൊരു കാഴ്ച. പക്ഷേ കോട എത്ര കണ്ടാലും മടുക്കുന്ന എനിക്ക് തോന്നില്ല. എനിക്ക് ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റ് തന്നെയായിരുന്നു അത് കാണാനായിട്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ വഴികളൊക്കെ കണ്ടു തുടങ്ങിയപ്പോഴത്തേക്ക് ഇവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞ് 2 കിലോമീറ്ററാണ് നമുക്ക് മൊത്തത്തിലുള്ളത് കേട്ടോ. അപ്പോൾ ആ ഒരു സമയം നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഇതിൽ സ്പെൻഡ് ചെയ്ത് പോകാൻ പറ്റും. അങ്ങനെ നമ്മൾ മന്ദം ആ 4 വീൽ ഡ്രൈവ് ജീപ്പിൽ കയറി നമ്മൾ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇനി ഒരു 1 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ സ്ഥലത്തെന്നാണ് ചേട്ടൻ പറഞ്ഞത്. അപ്പോൾ പോകുന്നിടത്തോളം തന്നെ നമുക്ക് നല്ല അടിപൊളി കാഴ്ചകളാണ് ഞാൻ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ മേലെ തന്നെ ഒരു എക്സൈറ്റ്മെൻറ്റാണ് ഞാനിപ്പോൾ ഉള്ളത്. അങ്ങനെ 2 കിലോമീറ്റർ നമ്മൾ ജീപ്പിൽ കൂടെ കയറിയിട്ട് മേലെ എത്തിയിരിക്കുക കേട്ടോ. എന്നൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. എന്നൂരിന്നാട്ടോ ഒരു ഇട്ടേക്കണേ. അപ്പോൾ ഇവിടെ നല്ലൊരു എന്താ പറയുക, അത്യാവശ്യം മേലെ തന്നെയാണ് സ്ഥലം. നല്ല രസമുണ്ട് കാണാനായിട്ട്. നിങ്ങൾക്കിത് ബാക്ക് കണ്ട് അറിയാൻ പറ്റും ഇവിടുത്തെ ഒരു വ്യൂ. രക്ഷയില്ല കേട്ടോ. ഇപ്പോൾ കയറി വന്ന വഴിയാണെങ്കിലും കുറച്ച് അടിപൊളി തന്നെയായിരുന്നു. അപ്പോൾ ഇവിടെ നിന്നിട്ട് ഒരു സറൗണ്ടിങ് വീഡിയോ എടുത്തിട്ട് നമ്മളിത് കയറി പോവാണ് മേലേക്ക്. ഇനി ഇവിടെ ഒരു എൻട്രൻസ് ഉണ്ട്, അവിടെ ടിക്കറ്റ് കാണിക്കേണ്ടത്. ആ ടിക്കറ്റ് കാണിച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരെ മേലേക്ക് കയറ്റി വിടും. ഒട്ടുക്കത്തെ രക്ഷ കേട്ടോ. എന്തായാലും എന്ത് വ്യൂവാ, ഒരു രക്ഷയില്ല, കിടൂ. ഞാൻ ഈ മേലെ പോയിട്ട് ബാക്കിയുള്ളതൊന്ന് എൻജോയ് ചെയ്യട്ടെ. നമ്മുടെ ജീപ്പുകളൊക്കെ ഇവിടെ ഓർഡർ ആയിട്ട് ഇട്ടേക്കാട്ടോ. അപ്പോൾ നമ്മൾ മേലെ കണ്ടു വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിലേതെങ്കിലും ഒരു ജീപ്പിൽ കയറി പോവാം.
അങ്ങനെയാണ് ഇവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞത്. ഈ ഒരു വ്യൂ കണ്ടില്ല എൻ്റെ അമ്മയെ, ഒരു രക്ഷയില്ല. എന്നാലും കോട മൊത്തത്തിലൊന്നും പോയിട്ടില്ല കേട്ടോ. മാറി 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 മാറിയാണ് കോട ഇങ്ങനെ വന്ന് പോയിക്കൊണ്ടിരിക്കണേ. ഈ ഒരു വ്യൂ എന്ന് വെച്ചാൽ നമ്മൾ കയറി വന്ന വഴിയൊക്കെ അവിടെ കാണാം. ഇവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. താഴെ കാണുന്ന സ്ഥലം അവിടെ ഒരു ഗ്ലാസ് ബ്രിഡ്ജ് കാണാനല്ലേ, അവിടെ നിന്നാണ് നമ്മൾ തുടങ്ങി കയറി വന്നത്. നമ്മളത് അങ്ങനെ ടോപ്പിലെത്തിയിരിക്കുകയാണ്. ഒരു രക്ഷയില്ലെന്ന് വെച്ചാൽ രക്ഷയില്ല കേട്ടോ. ഇതൊന്നും മിസ് ചെയ്യരുത് കേട്ടോ, ആരും ഉറപ്പായിട്ട് മിസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഈ കാണുന്ന എൻട്രൻസിൽ കൂടെ നമ്മൾ മേലെ കയറി പോകണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് കയറാം. ഇവിടെ നമ്മൾ പറഞ്ഞ് എഴുതി വെച്ചിട്ട് വേണം കയറി പോകാനായിട്ട്. ഞാൻ പറഞ്ഞില്ലേ എന്നൂരിന്ന് ഇട്ടേക്കണ കണ്ടില്ലേ, നമ്മളെ അകത്ത് കയറിയിട്ടുള്ള ഒരു വ്യൂ ആട്ടോ. ഇതാണ് എൻട്രൻസിൻ്റെ വ്യൂ. ഇനി നമ്മൾ നേരത്തെ മേലോട്ട് കാണുന്ന ആ അടിപൊളി സ്ഥലമാണ് എന്നൂരിന്ന് ചെയ്ത് വെച്ചേക്കണത്. എൻ്റെ മോനെ, ഒരു രക്ഷയില്ല. എന്താ അല്ലേ, മൊത്തത്തിൽ കോടാന്ന് വെച്ചാൽ മൊത്തത്തിൽ കോട. അതിൻ്റെ മേലെ ചെല്ലുമ്പോൾ വേറെ ലെവൽ വ്യൂ കേട്ടോ. ഇവിടെയൊക്കെ ഓരോന്ന് ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മേലെ കയറി പോകണം. ഇവിടെ ഒരു എഴുതി വെച്ചിട്ടുണ്ട് എവിടേക്കാണ് പോകേണ്ടതെന്നുള്ളത്. ഇവിടെയൊക്കെ നമുക്ക് കാഫറ്റീരിയയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇതെന്താ പറയുക, എൻ്റെ അമ്മയെ ഒന്നും പറയാനില്ല എന്ന് വെച്ചാൽ ഒന്നും പറയാനില്ല. അത് ഇവിടത്തെ ഒരു കഫറ്റേരിയ ഉണ്ട്. ഈ കഫറ്റേരിയ കഴിഞ്ഞിട്ട് നമുക്ക് നേരെ മേലോട്ട് കയറി പോകാം. അപ്പം ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് നേരെ മേലോട്ട് കയറാം കേട്ടോ. അപ്പോൾ ഈ വഴി ചൂസ് ചെയ്യണമെങ്കിൽ ഈ വഴി പോകാം, അല്ലാണ്ട് റോഡിൽ കൂടെ കയറി പോകണവർക്ക് റോഡിൽ കൂടെ തന്നെ കയറി പോകാം. ബുദ്ധിമുട്ടൊന്നുമില്ല, എല്ലാം ഒന്ന് തന്നെയാണ്. അവിടെ ഒരു കോഡ് ഇങ്ങനെ പോകണത് കണ്ടില്ലേ, എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ല. അത് ഞാൻ എന്തെങ്കിലും ടൈം ലാപ്സ് ഒരെണ്ണം എടുത്തിട്ട് തരാം കേട്ടോ മേലെ പോയിട്ട്. നമ്മൾ ടോപ്പ് എത്തുമ്പോൾ അറ്റത്ത് വരെ പരിപാടി നടന്നുകൊണ്ടിരിക്കണം കേട്ടോ. അപ്പം നമ്മൾ ആ വഴിക്കല്ല പോകണം, നമ്മൾ ഇങ്ങനെ നടന്നിട്ട് ചുറ്റിത്തിരിഞ്ഞ് പോകുന്നൊരു പരിപാടി കേട്ടോ. അത് അവിടെയൊക്കെ നിങ്ങൾ കണ്ടറിയാം, മലനിരകളുടെ ഒരു ഭംഗി ചെയ്ത് വെച്ചേക്കണത്. അപ്പോൾ ഈ ഇവരൊരു ആർട്ടിഫിഷ്യലായിട്ട് ട്രൈബൽ വില്ലേജ് സെറ്റ് ചെയ്തിരിക്കണത് അവിടെ. എന്നാലും നമുക്ക് ബുദ്ധിമുട്ടില്ലാണ്ട് അറ്റത്തേക്ക് എത്താൻ പറ്റും. അവിടേക്ക് ഇനി നടക്കാണ്. നമ്മളിങ്ങനെ ചുറ്റിത്തിരിഞ്ഞ് അങ്ങനെ കറങ്ങി പോയി കഴിഞ്ഞാലാണ് അവർ പരിപാടി നടക്കുന്ന സ്ഥലത്ത്. വണ്ടടിച്ചിരിക്കട്ടാ, സത്യം പറഞ്ഞാൽ കിളി പോയിട്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് കണ്ടറിയാം എൻ്റെ ബാക്കിലത്തെ ആ ഒരു കോട നിന്നിട്ടുള്ള വ്യൂ. ഇത്രയൊന്നും പ്രതീക്ഷയില്ല കേട്ടോ. 1.5 മണിക്കൂർ വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു വന്നപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് ഡിസപ്പോയിൻമെൻ്റ് ആണോ, വെയിറ്റ് ചെയ്യണമെന്നൊക്കെ ആലോചിച്ചതായിരുന്നു. പക്ഷെ ഇപ്പോൾ തോന്നുന്നു വെയിറ്റ് ചെയ്ത് എന്തായാലും നന്നാവുന്നുണ്ട്. എന്താ പറയുക, വേറെ ലെവൽ എന്നൊക്കെ പറഞ്ഞാൽ വേറെ ലെവൽ, ഒന്നും പറയാനില്ല. നിങ്ങൾക്കത് കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ നമ്മളിത് ട്രൈബൽ എടുത്ത് എത്താം കേട്ടോ. ഇനി നമുക്ക് കയറാണ്ട് കേണോ, ഇനി മുന്നോട്ടൊരു 1 കിലോമീറ്ററിൻ്റെ താഴെ കയറാൻ തോന്നുന്നു. പക്ഷെ അവരുടെ സോങ് ഇവിടെ തന്നെ കേൾക്കാണ്ട്. അപ്പോൾ നമ്മളിത് കയറിയിട്ട് അവർ ഫസ്റ്റ് ഒരു സ്ഥലത്തേക്ക് എത്തിയിരിക്കാം കേട്ടോ. ഈ ഒരു ഹൗസ് കഴിഞ്ഞിട്ട് നമുക്ക് തിരിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഒരു പ്രതിമയൊക്കെ ഉണ്ട്. ഇവിടെ തിരിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അപ്പുറത്തെ സൈഡാണ് കാണണ്ടേ. ഇവിടെ നിന്ന് പോയിട്ട് നമുക്ക് അങ്ങോട്ട് നടക്കണം നമ്മൾ വേണം തോന്നുന്നു. നേരെ പോകണവരുണ്ട് കേട്ടോ. നമ്മൾ നേരെ പോകണില്ല. നമ്മൾ ഇതൊക്കെ കണ്ടിട്ട് ഇവിടെ നിന്ന് നേരെ പോകാനുള്ള പരിപാടിയാണ്. നേരെ ചെന്ന് കയറിയാൽ എത്തുന്നത് അവരെ സ്പോട്ടിലേക്കാണ്. നടക്കാൻ കേട്ടോ, നല്ലോണം നടക്കാണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഈ ഭംഗിയും എന്താ പറയുക, ഒന്നും പറയാനില്ല. ഒരു പക്കാ വില്ലേജ് എന്ന് വെച്ചാൽ പക്കാ ട്രൈബൽ തന്നെയാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കണത്. അതേ രീതിക്ക് തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഏറ്റവും ടോപ്പിലേക്ക് നടന്ന് കയറാട്ടോ. ഞാൻ ആദ്യം നിങ്ങൾക്ക് കാണിച്ചു തന്ന വഴി നമ്മൾ പതിയെ നടന്ന് കയറാണ്. അപ്പോൾ ഏതാണ്ടൊക്കെ ടോപ്പ് എന്ന് വെച്ചാൽ ഇതിൻ്റെ ടോപ്പ് തന്നെയാണ്, വേറെ ഒന്നും പറയില്ല. നമ്മളവിടെ നിന്ന് കയറി വന്ന വഴിയൊക്കെ നമുക്ക് കാണാം. ടോപ്പ് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ തന്നെ ഇവിടെ ഒരു ഫുൾ ടവർ പോലെ എന്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതറിയില്ല, ഇപ്പോൾ ഇത്ര നേരം അവിടെ പരിപാടി ഉണ്ടായിരുന്നു. ഇനി ഇപ്പോൾ കുറച്ച് നേരം അവിടെ ബ്രേക്ക് ചെയ്തിരിക്കാൻ തോന്നുന്നു. അത് കഴിഞ്ഞ് നീ മേലോട്ട് കയറണം. അപ്പം നമ്മൾ ഏതാണ്ടൊക്കെ എത്തിയിട്ടുണ്ട്. നിങ്ങളെ എന്നൊരു പൂക്കോടി MRSന്റെ പൂത്തുമ്പികളും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അവരൊരു പരിപാടി നടക്കാട്ടെ. നമ്മൾ അതിൻ്റെ സ്പീച്ചാണ് ഇപ്പോൾ കേട്ടോണ്ടിരിക്കണേ. ഇപ്പം നമ്മൾ ഏറ്റവും ടോപ്പ് വ്യൂവിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ അങ്ങോട്ട് പോകട്ടോ. നമുക്ക് ഈ സൈഡൊന്ന് പോയി വന്നതിന് ശേഷം നമുക്ക് അങ്ങോട്ട് അവിടെ ട്രൈബൽ സർബത്ത്, മിൽക്ക് സർബത്ത്, ഫ്രഷ് ജ്യൂസ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അത് ഞങ്ങളൊന്ന് താഴെ പോട്ടെ. താഴെ പോയ ശേഷം നമ്മൾ മേലത്തെ വ്യൂ കണ്ടിട്ട് എന്തായാലും പോകുള്ളൂ കേട്ടോ. ഇത് അവിടെ നിങ്ങൾക്ക് കാണാം എന്നൂരിന്ന് എഴുതി വെച്ചേക്കണത്. അവിടെയാണ് ഇവരുടെ സ്റ്റേജ് ഇട്ടേക്കണത്. അപ്പോൾ ഇവിടെ നിന്നുള്ള വ്യൂവും എന്താ പറയുക ഒരേപോലെ ഈക്വലാട്ടോ. ഞാനിപ്പോൾ ആ കോട എന്തായാലും നിങ്ങൾക്കൊന്ന് ഞാൻ കാണിച്ചു തരാം ക്ലിയർ ആയിട്ട്. അവരുടെ ഒരു വേ ഓഫ് സ്റ്റൈൽ പരിപാടി കേട്ടോ. അപ്പോൾ അത് ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ കയറി വന്നിരിക്കുക. ഇതാണ് നമ്മളാ കണ്ട അവരുടെ സ്റ്റേജ്.
ഇത് അവരൊരു വേ ഓഫ് പരിപാടിയാണ്. അത് നമ്മൾ വരണത് ഇത്രയും മുന്നേ നല്ലോണം ഉണ്ടായിരുന്നു. ഇപ്പം എന്തായാലും വെച്ച് തുടങ്ങി വെച്ചിട്ടുണ്ട് വീണ്ടും. ടൂറിസ്റ്റിന് വേണ്ടി ഇവർ അറേഞ്ച് ചെയ്തിരിക്കുന്ന പരിപാടിയാണ്. നമ്മളെപ്പോലുള്ളവർ വന്ന് കഴിഞ്ഞാൽ നല്ല രസമായിട്ട് ഇത് കണ്ടിട്ട് പോകാട്ടോ. അതാണ് ഇതിൻ്റെ ഒരു ഗുണം. ഇന്ന് പോരാത്തിന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ തിരക്കുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ഒരു എന്താ പറയുക നോർമൽ ഡേയ്സിൽ വരികയാണെങ്കിൽ ഇത്ര തിരക്കൊന്നും എക്സ്പെക്ട് ചെയ്യണമെന്ന് തോന്നുന്നില്ല. ഒരു ശനി ഞായറായതുകൊണ്ട് എല്ലാവരും ഇപ്പോൾ മല കയറി വന്ന് വയനാട് എക്സ്പ്ലോർ ചെയ്ത് ഇന്ന് വൈകിട്ട് ഇറങ്ങുന്നവരുണ്ടാവും, നാളെ രാവിലെ പോകുന്നവരുണ്ടാവും കേട്ടോ. ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇന്ന് രാത്രി ഇറങ്ങാനാണ്. ഇല്ലെങ്കിൽ ചിലപ്പോൾ നാളെ രാവിലെ ഇറങ്ങുമായിരിക്കും, അറിയില്ല. ഞാൻ എന്തായാലും ഇറങ്ങണതിന് മുന്നേ നിങ്ങളോട് പറയാം. വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുന്നേ ഞാൻ പറയാം. ഇറങ്ങണമെന്ന് ഞാൻ എന്തായാലും ഷൂട്ട് ചെയ്യണ്ടാവില്ല കേട്ടോ. ഇവിടത്തുള്ള ഒരു ചെറിയ പരിപാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീഡിയോ അവസാനിപ്പിക്കലാവും പ്ലാൻ. അപ്പോൾ ബാക്കിയുള്ളത് എങ്ങനെയാണെന്ന് ഞാൻ പോണ വഴിക്ക് കാണിച്ചത്. ഇനി അവിടെയൊക്കെ പോകും. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് പരിപാടി എന്ന് ഞാൻ പോണ വഴിക്ക് പറയാം. അപ്പോൾ അതെ മേലെ കയറി പോയി കഴിഞ്ഞാൽ ഞാൻ ടോപ്പിൻ്റെ വ്യൂ ആട്ടാ. ഇവിടെയൊക്കെ എന്താ പറയുക നിങ്ങളോട്, എൻ്റെ പൊന്നേ, മേലോട്ട് കയറി പോകുന്ന സമയത്തായാലും എന്തായാലും ഒന്നും പറയല്ല കേട്ടാ. അപ്പോൾ നമ്മളിവിടെ നിന്ന് താഴോട്ട് ഇറങ്ങണം. ഇറങ്ങി കഴിഞ്ഞാലുള്ള വ്യൂ വേറെ ലെവലായിരിക്കും. ഓരോ സമയത്തും ഓരോ ടൈപ്പ് വ്യൂസാണ് തന്നുകൊണ്ടിരിക്കണത്. കോട ഇറങ്ങുന്നതും കോട കയറുന്നതും. അപ്പോൾ അവിടെ നിന്ന് കണ്ടാറിയാം. ഇപ്പോൾ കോടയൊക്കെ മാറി ആ സൈഡിലോട്ടാണ് പോയിരിക്കണേ. ഇത്ര നേരം ഇവിടെ ഇരുന്ന് ഇപ്പോൾ നമുക്ക് ഈ സ്ഥലത്ത് നിന്നാട്ടോ നമുക്ക് റിഫ്രഷ്മെൻറ്റ് നിന്നാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. ആ കാണുന്ന ബിൽഡിങ്ങിൽ എന്താ പറയുക, സർബത്തുകൾ കിട്ടും, അതേപോലെ സ്വീറ്റ് കോണൊക്കെ ഉണ്ട് അവിടെ. ചെറിയ റിഫ്രഷ്മെൻ്റ് ഒക്കെ നമുക്ക് ഇവിടെ നിന്ന് തന്നെ നടത്തി പോവാം. വെള്ളം കുപ്പിയൊക്കെ അവിടെ വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്. താഴെ ഒന്നും കൊണ്ടുപോകണമെന്നൊന്നുമില്ല. അപ്പം നമ്മൾ ആ കയറിയോടത്തിൽ നിന്ന് തന്നെ ചെറുതായിട്ട് നിങ്ങളെ താഴ്ന്ന് റൈറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നേരെ വരുന്നത് ട്രൈബൽ മാർക്കറ്റ് ആട്ടാ. ഈ വഴി നേരെ നടന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് ട്രൈബൽ മാർക്കറ്റ് സ്പോട്ട് ചെയ്യാം. അവിടെ ഒന്നുമില്ല, ഇവിടെ കിട്ടുന്ന ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ അവിടെ ഇങ്ങനെ അവർ വിൽക്കാനായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ഡ്രൈ ഫുഡ് ഷോപ്പ് ഉണ്ട്. അങ്ങനത്തെ ഐറ്റംസ് വേണമെങ്കിൽ ഇവിടെ നിന്ന് വാങ്ങാം. ഇതാണ് ആ ട്രൈബൽ മാർക്കറ്റ് എന്ന് പറയുന്നത് കേട്ടോ. രാത്രി അതൊക്കെ നടക്കാണ്ട്. ഇതൊക്കെ ഇവർ ചെയ്ത് വെച്ചിരിക്കുന്ന ഐറ്റംസാണ്. ഇവരുടെ കോഫി പൗഡറും ഇവരുടെ ടീയും അങ്ങനത്തെ സെറ്റപ്പുകളൊക്കെ ആട്ടോ ഇവിടെ മെയിനായിട്ടുള്ളത്. രണ്ട് സൈഡിൽ നിന്നും വരാം. നമുക്ക് ഈ സൈഡിൽ നിന്ന് ഇറങ്ങിയാലും ആ സൈഡിൽ നിന്ന് ഇറങ്ങിയാലും നമുക്ക് കിട്ടും. മൊത്തം ഈ തിരിഞ്ഞ് എത്തണ എൻ്റെ വരാതെ കേട്ടോ മൊത്തത്തിൽ. ഇവിടേക്ക് ഇങ്ങനെ ഓരോ സംഭവങ്ങളായിട്ട് ഓരോ സ്റ്റോളുകളായിട്ടാണ് കൊടുത്തേക്കണം അവിടെ. ഇതുപോലെ ഒരു കഫറ്റീരിയ പോലെ ഉണ്ട് ട്രൈബിളിൽ തന്നെ. ഈ സൈഡിലേക്ക് നമുക്ക് വഴിയൊക്കെ ഉണ്ട്. ഈ വഴിയുടെ കണ്ടിന്യൂഷൻ ഇവിടെ നിന്ന് നമ്മൾ നേരെ സ്ട്രൈറ്റിന് നടന്നാൽ മതി. നമ്മൾ ജസ്റ്റ് ഒന്ന് മേലെ കയറി പോയി. അപ്പോൾ ഇവിടെ നിന്ന് വരണത് നേരെ ഇറങ്ങിയിട്ട് ആ ഹട്ടിൻ്റെ അവിടെ കേട്ടാ നമ്മളിത് പതുക്കെ നടന്നിറങ്ങാണ്. ഇതൊരേ ഒരു വഴി തന്നെ ഉള്ളൂ. ഇവിടെ കുറച്ച് ഇറങ്ങി തിരിഞ്ഞ് പോകണമെന്നേ ഉള്ളൂ. പക്ഷെ നല്ലത് അടിപൊളി രസമാണ്. ഇവിടെ ഒരു ചെറിയ കാഫറ്റീരിയ പോലെ ഉണ്ട്. ഇവിടെ നിന്ന് വേണമെങ്കിൽ ഒരു ഹോട്ടൽ, ചെറിയൊരു ഹോട്ടലിൻ്റെ രീതിക്ക് ഇവിടെ നിന്ന് വേണമെങ്കിൽ ഇവിടെ നിന്ന് ഫുഡ് അടിക്കാം. ബുദ്ധിമുട്ടൊന്നുമില്ല, പക്ഷേ ഇവരുടെ ഒരു ടേസ്റ്റ് ആവും. നമ്മൾ നേരെ കയറുന്നത് ആ ഒരു സെപ്പറേറ്റ് ആയിട്ട് സിറ്റി ചെയ്തിരിക്കുന്ന ട്രൈബൽ ഹബിൻ്റെ അവിടെ കേട്ടാ. ഞാനിപ്പോൾ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു അവിടെ. നല്ല രസമായിരുന്നു. ഞാൻ ഇൻസ്റ്റയിൽ ഇട്ടിട്ടുണ്ട്. ഇപ്പം അവിടെ ഇരിക്കാൻ പോകുന്നത് മോളേരി കേട്ടോ. മോളേരി ഇടിച്ച് തരാൻ പോവാണ് ഇപ്പോൾ. ഒരു മൊത്തത്തിൽ ഇപ്പോൾ ചെയ്തു തരുന്ന ഒരു കാഴ്ച നമുക്ക് കിട്ടാട്ടോ. നമ്മൾ പറഞ്ഞപ്പോൾ ഒരു ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു അടിപൊളി ഹെൽപ്പാണ് നമുക്ക് ചെയ്തത്. നമുക്ക് വീഡിയോ എടുക്കാൻ അടിപൊളിയായിട്ട് പറ്റും. ഇവരൊരു സ്ഥിരം ഒരു ഇതാണ് കേട്ടോ. ഇവിടെ ഇതിന് വേണ്ടി ടൂറിസത്തിന് വേണ്ടി സെറ്റ് ചെയ്ത് വെച്ചാണെങ്കിലും നമ്മൾ പറഞ്ഞപ്പോൾ പിന്നെ ഒരു വീഡിയോ എടുത്തു കേട്ടോ. അത് നമുക്ക് ഭയങ്കര ഒരു ഉപകാരം, നമുക്ക് അടിപൊളിയായിട്ട് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ചൊന്ന് കറങ്ങി അടിച്ച് വന്നപ്പോഴത്തേക്കും ഇവരുടെ ഒരു വേ ഓഫ് ഡാൻസും ഒരു പാട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളതൊന്ന് കണ്ട് രസിച്ച് നിൽക്കുമായിരുന്നു. അപ്പോൾ ഇവരൊക്കെ ഇവിടെ നിന്ന് ദൂരെ നിന്ന് വന്ന് ഇവിടെ പ്രോഗ്രാം ചെയ്യുന്നവരാണ്. ബത്തേരി, കൽപ്പറ്റ എന്നൊക്കെ വന്ന് ഇവിടെ പ്രോഗ്രാം ചെയ്തിട്ട് ഡെയിലി വന്ന് ചെയ്ത് പോകുന്നവരാട്ടോ. അപ്പോൾ അവരോട് നമ്മളിങ്ങനെ സംസാരിച്ചപ്പോൾ അവരെങ്ങനെയാണ് പറഞ്ഞത്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ഇവരുടെ ഡാൻസും ഇവരുടെ ഈ പാട്ടും ഇവരുടെ വേ ഓഫ് സംഭവങ്ങളൊക്കെ കണ്ട് കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ. ഇതൊക്കെ നമുക്ക് എങ്ങനെയാ പറയുക, കാണാൻ കിട്ടുന്ന കാഴ്ചകൾ തന്നെയാണ്, പക്ഷെ കുറച്ച് റയറാണ്. പക്ഷെ ഇന്ന് നമ്മൾ പോയപ്പോൾ അവിടെ ഒരു 10-ാം തീയതി ഒരു ഫെസ്റ്റിവൽ ഉണ്ടായിരുന്നു. സോ അത് കാരണം കൊണ്ടാണ് നമുക്കിപ്പോൾ ഇത്രയും ഒരു കാഴ്ചകൾ ഇവിടുന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റിയത്.
ചെറുതായിട്ടൊരു പണി. ഇനി എത്ര ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്നൊന്നും അറിയില്ല. മഴ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ മഴ ഒതുങ്ങിയിട്ടാണ് ഇവിടെ നിന്ന് പോകാനായിട്ട്. അപ്പോൾ ഇവിടെ നിന്ന് പോയിട്ട് ഇനി എവിടെയൊക്കെ പോകാൻ പറ്റുന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പില്ല. മഴ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ മാക്സിമം ഇനിയും സ്ഥലങ്ങൾ കവർ ചെയ്യും. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ നോക്കിയിട്ട് അവസ്ഥ നോക്കിയിട്ട് പറയാം ഗൈസ്. ഞാൻ പറഞ്ഞില്ലേ മഴ വരും 10 മിനിറ്റിൻ്റെ ഗ്യാപ്പിലാണ് ഇവിടെ ആകെ ക്ലൈമറ്റിൻ്റെ മാറ്റം ഉണ്ടായിരുന്നത്. ഇപ്പം നല്ല മഴയായിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാതെ മരത്തിൻ്റെ ഇടയിൽ കോട വന്ന് നിൽക്കണത് മൊത്തം ഇങ്ങനെ ഇറങ്ങി മഴയാട്ടോ. ഞാൻ അടിപൊളി 2-3 വിഷ്വൽസ് എടുത്തിട്ടുണ്ട്. അതെന്തായാലും ഞാൻ വീഡിയോയുടെ ഇടയിൽ പ്ലേസ് ചെയ്യാട്ടോ, ഇടാം. അപ്പോൾ നമ്മൾ ഇവിടുത്തെ പരിപാടിയൊക്കെ അവസാനിപ്പിച്ച് ഇറങ്ങാം കേട്ടോ. അപ്പോൾ അതിൽ നമ്മൾ ഇറങ്ങാണ്. ഇവിടെ നിന്നുള്ള പരിപാടികളൊക്കെ അവസാനിപ്പിച്ച് ഇറങ്ങാണ്. 2 മണിക്കൂറിൻ്റെ അടുത്ത് നിന്നിട്ട് ഇവിടെ നിന്ന് ഇറങ്ങാട്ടോ. 2-2.5 മണിക്കൂറിന് ശേഷം കണ്ട് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് ഇറങ്ങാണ്. 2:30 മേലെ ഉണ്ട് തോന്നുന്നു എനിക്ക് സമയം. ജീപ്പുകളൊക്കെ ഇവിടെയാണ് ഇട്ടേക്കണം. നമ്മൾ തിരിച്ചു കൊണ്ടുവരാനുള്ള ജീപ്പുകൾ മൊത്തം. അങ്ങനെ നമ്മൾ തിരിച്ചു വരുന്ന സമയത്ത് മഴയൊക്കെ പെയ്തുകൊണ്ട് തന്നെ റോഡ് കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നനഞ്ഞിങ്ങനെ പച്ചപ്പിൻ്റെ ഇടയിലൊക്കെ കൂടെ നമ്മൾ തിരിച്ചിറങ്ങി വരുമായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ചെറിയ അരുവികളൊക്കെ പോകണ്ടായിരുന്നു. അതിൻ്റെ മേലെ കൂടെ വണ്ടി ഇങ്ങനെ പോകുന്നതാണ് നല്ല രസമായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ പഴയ പോലെ തന്നെ 2 കിലോമീറ്റർ നമ്മൾ ഒരു 15-20 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മൾ പതുക്കെ താഴോട്ട് ഇറങ്ങി കേട്ടോ. പക്ഷെ പോകുന്ന വഴിക്കും സ്ലിപ്പറിയൊക്കെ ആവുന്ന ചോദിച്ചു. പക്ഷെ അങ്ങനെ ഒന്നും ഒരു കുഴപ്പമുണ്ടായില്ല കേട്ടോ. ഇപ്പം നമ്മൾ ഈ കാണുന്ന എൻട്രൻസ് കയറിയിട്ടാണ് നമ്മൾ നേരത്തെ വന്നത്. നേരത്തെ മഴ ഉണ്ടെങ്കിൽ ഷൂട്ട് ചെയ്യാൻ പറ്റാത്ത. ഇപ്പം മഴ നിന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ വൈത്തിരിന്ന് ഇറങ്ങിയിട്ട് വൈത്തിരിന്ന് ലക്കിടി കഴിഞ്ഞ് വ്യൂ പോയിന്റിൻ്റെ അവിടെ നിന്ന് തിരിച്ചിങ്ങോട്ട് വരുമ്പോഴാട്ടോ ഇത്. നമ്മൾ തൃശ്ശൂരിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ അവർ കാണാം. നമ്മൾ തിരിച്ച് തൃശ്ശൂർ പോകുമ്പോൾ നമ്മുടെ റൈറ്റ് സൈഡിലെ എൻട്രൻസ് കാണാം കേട്ടോ. ഇതാണ് നമ്മുടെ ട്രൈബൽ വില്ലേജിലേക്ക് പോലുള്ള എൻട്രൻസ്. ഇവിടെ വന്നിട്ട് വേണം നമ്മൾ പറഞ്ഞ പോലെ ജീപ്പിൻ്റെ കാര്യങ്ങളൊക്കെ റെഡിയാക്കാൻ. ആ ഇതാണ് ആർച്ച്. അപ്പോൾ നമ്മൾ നേരെ പോകുന്നത് അടുത്ത പോയിന്റാണ്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് നേരെ അടുത്ത സ്ഥലം പൂക്കോടിലേക്ക് കാണാൻ പോകട്ടോ. ഇത് എങ്ങനെയാണെന്ന് അറിയില്ല, ആദ്യമായിട്ടാണ് പോണത്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ആകെ ഒരു 1.5 കിലോമീറ്റർ കണ്ടുള്ളൂ കേട്ടോ. 1.5 കിലോമീറ്റർ ഇല്ല തികച്ച്. അകത്തേക്ക് ഉണ്ട് തോന്നുന്നു. നമ്മൾ ജംഗ്ഷനിൽ നിന്ന് വന്ന് മെയിൻ റോഡിൽ കാണാൻ ആകെ ഒരു 500 മീറ്ററിൻ്റെ അടുത്ത് നമുക്കായുള്ളൂ. അതാണ് ഇപ്പോൾ അകത്തേക്കുള്ള വഴി. അത് ഇത് എനിക്ക് തോന്നുന്നില്ല, സമയം എടുക്കാൻ തോന്നുന്നു കേട്ടോ. ഇതാണ് എൻട്രൻസ്. അപ്പോൾ നമ്മളിതിപ്പോൾ ടിക്കറ്റ് കൗണ്ടർ വന്നിരിക്കുകയാണ്. ഇവിടുത്തെ തിരക്ക് കണ്ടിട്ട് എങ്ങനെ ഒരു 10-15 മിനിറ്റ് അകത്തേക്ക് കയറാൻ തന്നെ എടുക്കുന്നു തോന്നുന്നുണ്ട്. ഈ ഒരു ചുറ്റോട്ടം കണ്ടിട്ട് ടിക്കറ്റ് എടുത്തിട്ടാണ് അകത്ത് കയറാനായിട്ട്. അപ്പോൾ ഇപ്പോൾ ഈ ലൈനിൽ വെയിറ്റിംഗ് ആണ്. ബാക്കി അകത്ത് എങ്ങനെ കയറാൻ പറ്റും, എത്ര ടിക്കറ്റുകളൊക്കെ അകത്ത് കയറിയിട്ട് പറയാം. ഇതാട്ടോ ഇവിടുത്തെ കേരള എൻട്രൻസിൻ്റെ പൈസ. ചാർജൊക്കെ ഇവിടെ കൊടുത്തേക്കണേ. ഇത്രയും രൂപ കൊടുത്തിട്ടാണ് നമുക്ക് കയറാനായിട്ട്. പിന്നെ അകത്ത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ കയറി കഴിഞ്ഞിട്ട് കയറുമ്പോൾ തന്നെ ഇവിടെ സൈഡിലൊരു ചെറിയ കടകൾ പോലെയൊക്കെ സെറ്റ് ചെയ്തിരുന്നു ആൾ ട്രാക്ട് ചെയ്യാനായിട്ട്. അങ്ങനെ ടിക്കറ്റ് എടുത്ത് അകത്ത് കയറി. ഇനിയിപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് കാണാണെന്ന് വെച്ചാൽ ഈ ഒരു ഷോപ്പ് ഇവിടെ മെയിനായിട്ടുണ്ട്. അവിടെ ബോട്ടിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ ഈ ലേക്കിൽ. നമ്മളിത് കയറി നേരെ അകത്തൊന്നും വലുതായിട്ടൊന്നും കാണാനില്ല. ഈ ലേക്ക് കണ്ടിട്ട് പോവുക. പിന്നെ അവിടെ സ്വിങ് ഉണ്ട്. ഇവിടെ കുറേ എഴുതി വെച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ വലുതായിട്ടൊന്നുമില്ല. ലേക്ക് ജസ്റ്റ് കാണാൻ വരാന്നല്ലാണ്ട് ഞാൻ ഇവിടെ അങ്ങനെ എല്ലാവരോടും സജസ്റ്റ് ചെയ്യണില്ല. പക്ഷേ ട്രൈബൽ വില്ലേജ് എല്ലാവരും പോകണം കേട്ടോ. അവിടുത്തെ ഒരു എക്സ്പീരിയൻസ് ഭയങ്കരമായിരുന്നു. ഈ ഒരു സ്പോട്ടിൽ വലുതായിട്ടൊന്നും പറയാനില്ല കേട്ടോ. ഇത്ര തന്നെ ഉള്ളൂ. അക്വേറിയം ഒരു ഫിഷ് പയം പോലെ ഉള്ളൂ. ഞാൻ അധികം എടുക്കുന്നില്ല കേട്ടോ. അവിടെ മൊത്തം കുരങ്ങന്മാരുടെ ശല്യം ഉണ്ട്. അപ്പോൾ ആ ഒരു ലിമിറ്റേഷൻ വെച്ച് വേണം എനിക്ക് ഷൂട്ട് ചെയ്യാനായിട്ട്. എത്രത്തോളം എടുക്കാൻ പറ്റുന്നുള്ള ഉറപ്പൊന്നുമില്ല. ഞാൻ പറ്റണത് ഇവിടെ നിന്ന് എടുക്കാം കേട്ടോ. പേടിച്ചിട്ടാണ് ഞാനിപ്പോൾ എടുത്തോണ്ടിരിക്കണേ. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെയിനായിട്ട് ഇവിടെ നിന്ന് നമുക്ക് ഇങ്ങനത്തെ കട്ട് ഫ്രൂട്ട്സുകൾ ഉപ്പിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലത്തെ സംഭവങ്ങളൊക്കെ മേടിച്ച് കഴിക്കാം. ഇവിടെ മെയിനായിട്ട് ബോട്ടിങ് തന്നെ കേട്ടോ അട്രാക്ഷൻ. നമുക്ക് പെഡൽ ബോട്ട് എടുത്ത് അറ്റം വരെ ഇവർ പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടം വരെ പോയിട്ട് വരാം. അവിടെ പോയിട്ട് തിരിച്ചു വരാം. അതിനുള്ള ചാർജ് തന്നെയാണ് വാങ്ങണത്. ഇതാണ് ബോട്ടിങ്ങിൻ്റെ ഒരു പൈസ, ഒരു മേടിക്കണ പൈസ കേട്ടോ. 7 സീറ്റുള്ള തന്നെ ഒരു ചാർജാണ് 700 രൂപയാണ്. അതേപോലെ 4 സീറ്റുള്ളതിന് 450, 2 പേർക്ക് പോകാൻ 300. അതായിട്ട് ഒരു ചാർജ് പറഞ്ഞത്. ഇതൊക്കെയാണ് ഇവരുടെ സംഭവങ്ങൾ. നിങ്ങൾ സൂം ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും കാര്യങ്ങൾ. ഇതൊക്കെ ഇപ്പോൾ എന്താ പറയുക, കൊടുങ്കാട് തന്നെ കേട്ടോ. കസ്റ്റമർ ഫോറസ്റ്റിൻ്റെ ഇടയിലാണ് ഈ സംഭവമൊക്കെ കിടക്കണത്. ഇങ്ങനെ വരുന്നൊരു ചെറിയ ഒരു ലേക്കാണ് ഇത്. ലേക്ക് എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് അറ്റത്തോട്ട് കുറച്ചുകൂടെ ഉണ്ട്. എന്താ പറയുക, ഒരു ഇതെന്താ പറയുക, സത്യം പറഞ്ഞാൽ ലേക്ക് അത്ര വലിയ ലേക്ക് എന്ന് പറയാനില്ല. അങ്ങോട്ട് പോകുന്നുണ്ട്. എത്രത്തോളം പോകണമെന്നൊന്നും അറിയില്ല. ഇതാണ് ഇവിടുത്തെ ഒരു ഫുൾ വ്യൂ. അങ്ങോട്ട് നിറയെ നടക്കാനുണ്ട്. ഒരു ഫോറസ്റ്റ് ഏരിയ പോലെ തന്നെ.
അപ്പം അധികം ദൂരത്തേക്കൊന്നും അങ്ങനെ അധികം പോകുന്നില്ല. പക്ഷേ ഇവിടെ കുറച്ചുകൂടെ അകത്തേക്ക് നടക്കാണ്ട് കേട്ടോ. പക്ഷേ ആൾക്കാർ ഇവിടെ പോകുന്നത് ഇവിടം വരെ ഉള്ളൂ, ലേക്കിൻ്റെ സൈഡിൽ കൂടെ. ആറ്റം വരെ പോകാൻ പറ്റും തോന്നുന്നു. വഴിയുണ്ട്, വഴി അങ്ങനെ പോയിട്ടുണ്ട്, ഇഷ്ടം പോലെ പോയിട്ടുണ്ട്. പക്ഷെ പോവാണെങ്കിലും കുറേ അത്രയ്ക്കും പോയിട്ടും കാര്യം ഉണ്ടാവില്ല വലുതായിട്ട്. നമ്മളിപ്പോൾ ഈ വഴി നടന്നു പോയി അങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് ചുറ്റി തിരിഞ്ഞ് ലേക്ക് ചുറ്റി വരാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഫ്രണ്ടിലോട്ട് നടക്കുന്ന ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്നും അല്ല എന്നല്ല, അതെനിക്ക് തെറ്റിപ്പോയി. ഞാൻ അപ്പോൾ നോക്കിയപ്പോൾ കണ്ടത് നമുക്ക് ആ അറ്റത്ത് നിങ്ങൾക്ക് കാണാമല്ലോ ഒരു തുരുത്ത് പോലെ. നമുക്ക് ഈ വഴി പോയി കഴിഞ്ഞാൽ ഒരു എക്സാക്റ്റ് ലേക്ക് ചുറ്റി തിരിഞ്ഞ് നടന്നവരെ ഒരു 3 കിലോമീറ്റർ 4 കിലോമീറ്റർ നടക്കേണ്ടി വരും. ഈ വഴി പോയിട്ട് കറങ്ങി തിരിഞ്ഞ് അങ്ങനെ വന്ന് നമ്മൾ തിരിച്ച് ആ അപ്പുറത്തെ എൻട്രൻസിൻ്റെ അവിടെ ആയിട്ട് എത്താം. അപ്പോൾ നമുക്കിപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഫുള്ള് നടക്കുന്നില്ല. ഞാൻ അത്യാവശ്യം അകത്ത് വരെ വന്നിട്ടുണ്ട്. ഇപ്പോൾ തിരിച്ച് ഞാൻ നടക്കുകയാണ്. മൊത്തത്തിൽ കൊള്ളാം. ഇത് ഈ പറഞ്ഞ പോലെ ഒരു ചെറിയൊരു ലേക്കാട്ടോ. എന്താ പറയുക, ഈ ഒരു സൈഡിൽ സിറ്റുവേറ്റ് ചെയ്യുന്ന ചെറിയ ലേക്കാണ്. പൂക്കോട് ലേക്ക് എന്ന പേര്. നമ്മൾ വൈത്തിരി വന്നു കഴിഞ്ഞാൽ വൈത്തിരി ആകെ ഒരു കിലോമീറ്റർ ഇല്ല ഇങ്ങോട്ട് വരാനായിട്ട്. അപ്പോൾ അത്യാവശ്യം ഇവിടെ ചെറുതായിട്ടൊക്കെ കാണാണ്ട്. നടന്ന് ആ ലേക്ക് ചുറ്റി വരാണെങ്കിൽ നിങ്ങൾക്കൊരു 2-3 മണിക്കൂർ നടക്കാനുള്ള സമയം എടുക്കുന്നതുകൊണ്ട് ഒരു 2 മണിക്കൂറെങ്കിലും മിനിമം എടുക്കും മൊത്തം ഒന്ന് കണ്ട് ചുറ്റി നടന്ന് വരണം കേട്ടോ. അപ്പോൾ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഇനിയിപ്പോൾ മഴയാണ്, ഇപ്പോൾ കാര്യമായിട്ട് എങ്ങനെയെങ്കിലും പോകാൻ പറ്റുമോ എന്നുള്ള കാര്യമൊന്നും അറിയില്ല. ഇനി ബാക്കിയുള്ളത് ഓട്ടോ ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. മിക്കവാറും ഇനിയിപ്പോൾ റൂമിൽ പോക്കാവും തോന്നുന്നു. ഫുഡ് അടിക്കണം, ലഞ്ചിൻ്റെ ടൈമായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഫുഡ് അടിച്ചിട്ട് എന്താ പരിപാടി എന്ന് അറിയില്ല. ബാക്കിയുള്ള ഞാൻ പോകുന്ന വഴിക്ക് എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞുതരാം. അങ്ങനെ നമ്മൾ വന്ന് അത്യാവശ്യം വയനാടൊക്കെ ഒന്ന് കറങ്ങി കണ്ട് വൈത്തിരി ആട്ടോ മെയിനായിട്ട് കറങ്ങിയത്. വൈത്തിരി കറങ്ങി കണ്ടിട്ട് ഇപ്പോൾ തിരിച്ചു പോകാൻ സമയമായിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഒരു മണിക്കൂറിൽ ബസ്സാണ്. അപ്പോൾ അത് ഇവിടെ വന്നിട്ട് ഇപ്പോൾ റൂമൊക്കെ ഒന്ന് ചെക്കൗട്ട് ചെയ്യാനായിട്ടുള്ള പ്രോസസ്സിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇതുവരെ അടിപൊളിയായിട്ട് തന്നെ എനിക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. വീഡിയോസൊക്കെ നല്ല രീതിക്ക് തന്നെ ഞാൻ ക്യാപ്ചർ ചെയ്തിട്ടുണ്ടാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ വീഡിയോ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നുള്ള നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് കമൻറ്റ് ചെയ്യണം. ചാനൽ പുതിയതായിട്ട് കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ചാനൽ പുതിയതായിട്ട് വരുന്നവർ എന്തായാലും സബ്സ്ക്രൈബും ചെയ്യണം. അപ്പോൾ ഇതേപോലെ തന്നെ ഇനിയുള്ള വീഡിയോകളിലായിട്ട് നമുക്ക് എന്തായാലും അടുത്തടുത്തായിട്ട് കാണാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ ഗൈസ്.